വെൽക്കം ടു ആര്യാസ് ടൈംസ്. അപ്പോൾ നമ്മളിത് നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് ഡേറ്റ് എത്ര വെച്ചാൽ ഐ തിങ്ക് 29 തോന്നുന്നു. സോ നല്ല മഴ കേട്ടോ, ഇവിടെ സീന് മഴയാണ്. മഴയത്ത് നല്ല ഉറക്കമുറങ്ങി എൻ്റെ ക്ഷീണമാണ് എൻ്റെ മുഖത്ത്. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. പുതിയൊരു സംഭവം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കുറേ കാലം ഇങ്ങനെ നീണ്ടു പോയിട്ട് ലാസ്റ്റ് ഇപ്പോഴാണ് ആ ഒരു സാഹചര്യം വന്നെത്തിയത്. ഇപ്പോൾ പഠിക്കാമെന്ന് എന്തായാലും വിചാരിച്ചു. സോ അതിന് പോകണം. അങ്ങനെ ഞാൻ നല്ല വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. നല്ല സുഖമായിരുന്നു, നല്ല തണുപ്പൊക്കെ ആയിട്ട്. എന്തായാലും എണീക്കാം. കുറച്ച് കോള് കാര്യമൊക്കെ ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. പെട്ടെന്ന് റെഡി ആയിപ്പോൾ. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 8:30 ആവുന്നു. നമുക്ക് 10:45 മുന്നേ എൻ്റെ 2 ഫോട്ടോ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡിസ്ക്ലെയിമർ പറയാം. ഇതിൽ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നല്ല കോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഏതാണ്ട് ഒരു ഓഗസ്റ്റ് ഒരു മിഡ് ആവാനായിരിക്കും. എനിക്ക് അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളും തീരെ ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ നല്ല പെൻഡിങ് ആയി പോയത്. സോ നമ്മൾ നാട്ടിൽ സ്വപ്നം കണ്ടൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ ഇത്. കാറ്റുണ്ടോ? ചായ കുടിക്കാം. ചായക്കൊന്ന് പുട്ടും പിന്നെ വീട്ടിലുണ്ടായ പഴം ഉണ്ടാവില്ലേ അത്, പിന്നെ കട്ടൻ ചായ ഉണ്ട്. നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ചായ കുടിക്കുന്ന ലേശം കൂടുന്നുണ്ട്. ഇവരൊക്കെ കൂടി ചായ ഫാൻ അല്ലായിരുന്നു. എന്നാലും നമ്മൾ വേഗം ഫുഡ് കഴിച്ച് പോകണം. ഞാൻ വിചാരിച്ച് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ 10:30 ആകുമ്പോഴേക്ക് ഫോട്ടോ എടുത്തിട്ട് ഡ്രൈവിംഗ് സ്കൂളിലെത്തണം. ഓ മൈ ഗോഡ്, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാം. പെട്ടെന്നുണ്ടായ തീരുമാനം. അത്രയും കാലം വെക്കേഷൻ വന്നപ്പോൾ ഒന്നും എനിക്ക് ചിന്തയില്ലായിരുന്നു. സോ ഈ വട്ടം എന്തായാലും പഠിക്കാമെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ ഉണ്ട്. ഫസ്റ്റ് റൈഡ് തന്നെ മഴയത്തായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. ഓക്കെ, ഒരു ഉഷാർ ഗെറ്റപ്പിലൊന്നിരുന്നേ. എന്റെ വ്ളോഗിന് വേണ്ടിട്ടാ. ഞാൻ ബാലുശ്ശേരിക്ക് പോയിട്ടുണ്ടായിരുന്ന ബസ്സിലാണ്. മൊത്തത്തിൽ ആടി കുലുങ്ങിയാണ് എത്തിയത്. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. കുറേ കാലത്തിന് ശേഷം ലാസ്റ്റ് ടൈം ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നത് എനിക്കൊന്ന് ഈജിപ്തിൽ പോകുന്നതിന് മുന്നാണ്. സോ ഏതാണ് 3 ഇയേഴ്സിന് എടുക്കുന്നതാണ്. അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം എനിക്ക് ക്യാമറ ഫേസ് ചെയ്യുമ്പോണ്ടായിരുന്നു. പൊന്നുവിന്റെ ചെരുപ്പിന്റെ അൺബോക്സിംഗ് ആണ്. കാണിക്ക് ഇതിന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഇതിനെന്താ പ്രശ്നം? നല്ല രസമുണ്ട്. ഞാൻ നിട്ടോട്ടെ. കേറിക്കോ. പിന്നെ മാറ്റിക്കോ. 2 മാസം ഡേറ്റ് എടുക്കണ്ടേ? ബാലുശ്ശേരി ശ്രീലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂളിലായിരുന്നു കേട്ടോ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് കുറേ കൺസേൺ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഒറ്റ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനെ കുറേ എക്സ്പെക്റ്റേഷൻസൊക്കെ ആയിട്ടാണ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ റിയാലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഡേ അങ്ങോട്ട് മല മറിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. പക്ഷേ എന്നെ പഠിപ്പിക്കുന്ന ഈ ചേട്ടൻ വളരെ സമാധാനത്തോടു കൂടി എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും. നല്ലൊരു ക്ലാസ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടുവന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഭയങ്കര പേടിയായിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ. പക്ഷേ എനിക്ക് ആ ഒരു ഫീലിങ്ങേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡേ ഭയങ്കര ഉഷാറിലായിരുന്നുണ്ടായിരുന്നത്. എനിക്ക് ടെൻഷന് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും പക്ഷേങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ഇടപെടൽ എന്നെ ഭയങ്കരമായിട്ട് കൂളായിട്ടായിരുന്നു കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിരുന്നത്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് ഡ്രൈവിംഗ് സ്കൂൾ ഇൻ ബാലുശ്ശേരി, ഐ ജെന്യുവൻലി റെക്കമെൻഡ് ശ്രീലക്ഷ്മി. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഹോട്ടൽ കേരള. സംഭവം ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഈ ഹോട്ടൽ എനിക്കറിയാം. ബട്ട് റീസെൻ്റ്ലി ഞാൻ ഈജിപ്തിൽ നിന്ന് ഈ ഹോട്ടലിനെ പറ്റി നല്ല റിവ്യൂസ് ഉള്ള ഒരു വീഡിയോ കണ്ട്. സോ എനിക്ക് അവിടുത്തെ ബിരിയാണിയും മീൽസും ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പൊന്നുവിനെ കൂട്ടി നമ്മൾ അങ്ങോട്ട് പോയി. ഫുഡും അടിപൊളിയായിരുന്നു ഗൈസ്.
കണ്ണ് ടെസ്റ്റ് ചെയ്യണം ഗൈസ്, ഡ്രൈവിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, സോറി ലൈസൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നും ഇല്ലാത്തൊരു പ്രശ്നമായിരിക്കും ഇന്നിപ്പോൾ കണ്ണിന്. നമ്മൾ ബാലുശ്ശേരി കുടുംബം ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഈ വിശ്വാസത്തിന് ഒരു ചെരുപ്പ് പറ്റുന്നു. അപ്പുറത്ത് പോവാം. ഒന്നാടെ ഒരു ഓടിയൊക്കെ കണ്ണ് ടെസ്റ്റ് ചെയ്യലും ചെരുപ്പ് മേടിക്കലൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ജസ്റ്റ് നമ്മൾ 10th-ലും +2-ലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു പ്ലേസ് പോവാമെന്ന്. എവിടെയല്ല, ബാലുശ്ശേരി സന്ധ്യ റോഡ് വരുന്ന ഈ ചർച്ച്. സത്യം പറഞ്ഞാൽ ഈ ചർച്ചായിട്ട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ KG തൊട്ടിട്ട് 4th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി. നല്ലൊരു ഉറക്കമായിരുന്നു. ഞങ്ങളെ വീട്ടിലത്തെ തയ്യൽക്കാരൻ. ഹലോ, ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഡ്രൈവിങ്ങിന് പോയിട്ട് ഇന്ന് തീരെ മഴയില്ലായിരുന്നു, പകല് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഒരു ചൂടുണ്ടല്ലോ ഭയങ്കരമായിട്ട്. നാട്ടിലെത്തി അന്ന് പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞ് കാണുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഞാൻ ആകപ്പാട് ക്ഷീണിച്ച് കറുത്തുപോയി അങ്ങനെയൊക്കെ. ഏതാണ്ട് ഒരു 1.5 kg ഞാൻ കുറഞ്ഞ് നാട്ടിലെത്തിയിട്ട്. ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വെയിറ്റ് കുറഞ്ഞ് 54 kg ഞാനിപ്പോൾ ഏതാണ്ട് 52 point something ഉള്ളൂ. എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ വെയിറ്റൊക്കെ കുറഞ്ഞ് ആകെപ്പാട് ഷോക്ക് അവസ്ഥയാണ്. ആകെപ്പാടുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഫുഡടിയും പിന്നെ അവരെല്ലാവരും കൂടെയുള്ള ഒരു ടൈമൊക്കെ തന്നെയാണ്. ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യാൻ പോവാണെന്ന്. ഓഫ് കോഴ്സ് അത് ഡ്രൈവിംഗ് ആണ്. കുറേ നാളെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു പഠിക്കണം എന്ന്. പക്ഷേങ്കിൽ അവിടെയാണല്ലോ, ഈജിപ്തിലാണല്ലോ. നാട്ടിലെത്തിയിട്ട് കഴിഞ്ഞ വട്ടം അതിനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. സോ ഈ വട്ടം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. എന്താവുന്നൊന്നും അറിയില്ല, റിസൾട്ടൊക്കെ വരണം. ചിലപ്പോൾ റിസൾട്ടിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഞാനിങ്ങനെ ആ റിസൾട്ട് നോക്കുന്നതൊക്കെ ഞാൻ ചിലപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യും. നല്ല റിസൾട്ടാണെങ്കിലും പൊട്ട റിസൾട്ടാണെങ്കിലും അതെന്തായാലും ഇവിടെ ഉണ്ടാവും. സോ അത്രക്കാണ് എന്തായാലും. ഇപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. പോയി കിടന്ന് ഉറങ്ങട്ടെ, നല്ല ടയർഡാണ്. വീട്ടിലെത്തി ഉറങ്ങിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് റൂമൊക്കെ ക്ലീനാക്കി ഫുഡ് കഴിച്ച് ഇപ്പം അതേ വീണ്ടും കിടക്കാൻ വന്നതാണ്. പിന്നെ നാട്ടിലെത്തിയ ശേഷം മുടി വെട്ടി. ഇത്ര ലെങ്ത്ത് കുറയ്ക്കേണ്ട വിചാരിച്ചായിരുന്നു, പക്ഷേങ്കിൽ അവിടെ എത്തിയപ്പം മുടി നല്ല രീതിക്ക് നാശമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് തന്നെയാണ് സുഖം അങ്ങനെ തോന്നി. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ബ്ലാബ്ലാന്ന് പറയുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.